ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഡെലിവറിക്ക് വേണ്ടി പോയതാട്ടോ. ഇപ്പോഴാണ് ഞാനൊന്ന് പോകുന്നത്. ആക്ച്വലി എല്ലാവർക്കും അറിയാലോ, ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് തിരക്കാവും. നമുക്ക് ഒന്നിനും സമയമുണ്ടാവില്ല, പിന്നെ ഒന്നും മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാട് ലേറ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട്, കാരണം എഡിറ്റ് ചെയ്യാനോ അതുപോലെ അതിനൊന്നും ടൈം കണ്ടെത്താനോ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. അപ്പോൾ ഇത് ഞാൻ ഡെലിവറിൻ്റെ മുമ്പ്, ഡെലിവറിൻ്റെ ഒരു 1 വീക്ക് മുമ്പ് ഞാനൊന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, പെയിനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ. അപ്പോൾ ഇത് ലേബർ പെയിനൊന്നും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ അന്ന് അവിടെ 1-2 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം 5-6 മാസമായിട്ടോ, എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അന്ന് മുതൽ എടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാനും പിന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും എനിക്ക് ഓരോ സാഹചര്യം മൂലം പറ്റാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും ഇത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എങ്ങനെയെങ്കിലും പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമുക്ക് ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു പാഷൻ എന്നൊക്കെ പറയാൻ ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ പുറത്ത് പോകാനോ നമുക്ക് ജോബ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ വീഡിയോസിന് എന്തിനാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവർ എന്ന്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, 5-6 മാസമായിട്ട് ഞാൻ ഭയങ്കര, അതായത് കുറച്ച് സ്ട്രെസ്സിലാണ്. കാരണം 2 മക്കളായിട്ട് മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കേട്ടോ, വീഡിയോ ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറഞ്ഞ പോലെ ടൈം എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്ന ടൈമിൽ തന്നെ നമ്മുടെ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങൾ തന്നെ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ ഡെലിവറിൻ്റെ മുമ്പ് ഫെബ്രുവരി 1st വീക്കത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ അന്ന് ഒക്കെ ഇടുമെന്ന് വിചാരിച്ചൊക്കെ എടുത്ത വീഡിയോ ആണ്. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ വയ്യാതായി. പിന്നെ അതിന് ശേഷം പെട്ടെന്നായിരുന്നു കേട്ടോ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇത് ഡെലിവറിൻ്റെ മുമ്പ് ഞാൻ 1 വീക്ക് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായിരുന്നു. 1-2 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ചോദിച്ച് പോരായിരുന്നു കേട്ടോ. അവർ പെയിന് വരാനുള്ള മരുന്നൊക്കെ ഇൻഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ആവട്ടെ എന്ന്, ഞാൻ 37 വീക്ക് എങ്ങാനും ആയിട്ടോ ഈ ടൈമിൽ എനിക്ക് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡോക്ടർ നമ്മൾ പറഞ്ഞു പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന കേട്ടോ കാണുന്നത്. അല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമൊക്കെ NST പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇപ്പം എനിക്കറിയില്ല, ഒക്കെ മറന്നു കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോകണം. പിന്നെ കൂടെ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മോനും ഉമ്മയായിരുന്നു കേട്ടോ. പിന്നെ മോനാണെങ്കിലും അവനെ ആരും നോക്കി അവനക്ക് ഒരു ശീലമില്ല, മറ്റുള്ളവർക്കും ശീലമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വേണം എല്ലാത്തിനും. അപ്പോൾ ഞാൻ അന്ന് അവിടെ അഡ്മിറ്റ് ആയ ടൈമിൽ ലേബർ റൂമിലായിരുന്നു കേട്ടോ. അന്ന് അവന് കുറേ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അവനെ എന്താ ചെയ്യുക, എങ്ങനെയാണ് അവനെ നോക്കുക എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒക്കെ ശീലമായി വന്നു കേട്ടോ. അവനെല്ലാത്തിനോടും അവന് സ്വയം കാര്യങ്ങൾ ചെയ്യാനും കുറച്ചും കൂടി പ്രാപ്തനായി. നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നു, ആ ടൈമിൽ എൻ്റെ ഒരു മനസ്സിലെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ വേണം എല്ലാത്തിനും. കാരണം മറ്റുള്ളവർക്ക് നോക്കിയിട്ടൊരു ശീലമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അന്ന് അവിടെ അഡ്മിറ്റ് ആയ ടൈമിൽ രാവും പകലും ഉറക്കണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇങ്ങനെ ലേബർ റൂമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരുന്നതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഡോക്ടറോട് ചോദിച്ച് പോരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് കൂടെ നിൽക്കാൻ ആരും, അതായത് ഹെൽപ്പിന് ഹോസ്പിറ്റലിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് വരട്ടെ എന്നൊക്കെയുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. അതൊക്കെ പിന്നീട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളങ്ങനെ ചോദിച്ച് പോകാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് 37 വീക്സും എത്രയോ ഡേയ്സും ആയിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഡെലിവറിക്ക് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിരുന്നത്. ലേബർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മരുന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പെയിന് വരുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ അഡ്മിറ്റ് ആവണമെന്നാണ് അവർ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ചോദിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അല്ലാതെയും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ്. കൂടെ ആരെങ്കിലും ഹെൽപ്പിന് ഉണ്ടായാൽ അത്രയും നല്ലതല്ലേ. അതുകൊണ്ടാണ്. അപ്പോൾ ഹസ്ബൻഡിനോട് വരാൻ പറയണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ നമ്മൾ ചോദിച്ച് പോന്നിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം കേട്ടോ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഒരു 38 വീക്കും 39 വീക്ക് ആയിട്ടില്ല, അങ്ങനെ ഒരു അതിൻ്റെ ഇടയിലാട്ടോ നമ്മൾ പിന്നെ പോയി നമ്മുടെ ഡെലിവറി ഒക്കെ കഴിയുന്നത്.
അപ്പോൾ ഇതിങ്ങനെ രാവിലെ നമ്മൾ മൂമെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, പിന്നെ ഫുഡ് കഴിക്കണം, അങ്ങനെ ചൂടുവെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാട്ടോ അതൊക്കെ ചെയ്യണത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നടന്ന് പോകാനോ ലേബർ റൂമിലേക്ക് നമ്മൾ പേഷ്യൻ്റായി കഴിഞ്ഞാൽ അവർ നടത്തത്തില്ല കേട്ടോ. അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് വലിയ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ വീൽ ചെയറിലും സ്ട്രക്ചറിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു മടിയായിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ മോനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവനെ ഒതുക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം അവന് ഇപ്പോൾ ഈ ഒരു പ്രായമായതുകൊണ്ട് തന്നെ കുറച്ച് വിക്രസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാത്രമേ അവനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കതിൻ്റെ കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കാണിച്ചിരുന്നത് അങ്ങാടിപ്പുറം MES മെഡിക്കൽ കോളേജിലായിരുന്നു കേട്ടോ. അവിടെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയൊക്കെ ഒന്ന് അവൻ്റെ മൈൻഡ് ഓക്കെ ആക്കും. പിന്നെ ഞാനാണെങ്കിലും അപ്പോൾ എനിക്ക് ആ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു കേട്ടോ. കാരണം അവനെ നോക്കാനും മാനേജ് ചെയ്യാനും ആരും ഇല്ലെങ്കിൽ എനിക്കൊന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ളൊരു ഇതിലായിട്ടോ. അപ്പോൾ നേഴ്സ് വന്ന് പറയാമെന്ന് കേട്ടോ എന്നാണ് വരേണ്ടത്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുമായിരുന്നു ഉമ്മാനോട്. പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെലിവറി വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാൻ മറക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.